മാനവത്തുവരം തൂകി എഴുന്നള്ളുന്നു എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം കൃപയായി കതിരു വീശിയ പരമദീപം ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം പരമദീപം നിറഞ്ഞ സ്വർഗഭോജ്യം മണ്ണിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. Yes, here is the one who was to come. ലോകസ്ഥാപനത്തിൻ്റെ മുൻപ് മുതൽ ദൈവം ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. ക്രിസ്തു ലോകസ്ഥാപനത്തിന് മുൻപ് മുതൽ ഉണ്ടായിരുന്നു, വരണം എന്നെല്ലാ പ്ലാനും ഉണ്ടായിരുന്നു. ഓ ദൈവമേ, ഓ യേശുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ആ നക്ഷത്രം, അന്ന് ജ്ഞാനികൾ വിജാതീയരായ രാജാക്കന്മാർ കണ്ട നക്ഷത്രം കണ്ടവർ ഈ പുതിയ രാജാവിനെ, ഈ പുതിയ രാജ്യത്തെ കാണാൻ തേടി വളരെ തേടി വന്ന പോലെ. എന്നാൽ ഞങ്ങൾക്കങ്ങനെ തേടണ്ട. ഞങ്ങളിൽ ഈ രാജാവ് വസിക്കുന്നു. ഓ രാജാതിരാജനേ, ഞങ്ങളുടെ ആന്തരിക നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ മഹത്വമേറിയ തേജസ് മോശയ്ക്ക് അന്ന് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ മോശ ഈശോ മനുഷ്യാവതാരം ചെയ്ത് കഴിഞ്ഞപ്പോൾ താബോർ മലയിൽ വെച്ച് തേജസ് കണ്ടു. മനുഷ്യാവതാരത്തിലൂടെയാണ് ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനത്തിൽ നമുക്കറിയാം, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. ഇത് ആണ് പുതിയ ഉടമ്പടി, പുതിയ നിയമം, പുതിയ രാജ്യത്തിൻ്റെ നീതി. ദൈവമേ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിന്
ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഔസേ പിതാവിൻ്റെ ഒരു മോഡൽ നമുക്കൊന്നെടുക്കാൻ പരിശ്രമിക്കാം. അവൾ അപമാനിതയാകാൻ ഇഷ്ടപ്പെടായകയാൽ അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ദിസ് ഈസ് എ വെരി ഗുഡ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും പല വൈരുദ്ധ്യമാർന്ന അവസ്ഥകളുണ്ടാകാം. മറ്റുള്ളവർ നമുക്കെതിരെ വരുന്നു, അവർക്കെതിരെ നമ്മൾക്ക് തിരിയേണ്ടതും അവർക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്യേണ്ടതും അവരെ ശരിക്കൊന്നും പഠിപ്പിക്കേണ്ടതെല്ലാം നമുക്ക് തോന്നും. പക്ഷേ ഒരു ദിവസത്തേക്ക് അത് നിർത്തിവെക്കുക. കർത്താവേ, സാവധാനം, ധൃതി പിടിക്കണ്ട. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് അറിയാലോ, ഈശോയെ അങ്ങ് തന്നെ കണ്ടിട്ടും കാണാതെയാണല്ലോ എല്ലാം ഭരിച്ചത്. ദൈവമേ, അങ്ങനത്തെ ഒരു മനോഭാവത്തിലേക്ക് ഞങ്ങളുടെ മനസ്സിനെ ഉയർത്തണമേ. ഈശോയെ, അങ്ങയുടെ മനോഭാവമാണത്. കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും, ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അതാണ് ദൈവരാജ്യം. ഫ്രാൻസിസ് അസീസിയുടെ ആശ്രമത്തിൽ കള്ളന്മാർ കയറി. കള്ളന്മാരെ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഓടിച്ചിട്ടു. ഫ്രാൻസിസ് അറിഞ്ഞ വഴി പറഞ്ഞു, എന്താ നിങ്ങൾ ചെയ്തത്? അവർക്ക് വിശന്നിട്ട് അവർക്ക് ഭക്ഷണമില്ലാണ്ട് വന്നതല്ലേ അവർ. അതുകൊണ്ട് നിങ്ങൾ വേഗം അവരുടെ പുറകെ പോയി അവർക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുക. Can we imagine that? നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ യേശുനാഥ. ഈശോ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിനെ കൺട്രോൾ ചെയ്യാൻ നമ്മളങ്ങ് വിട്ടുകൊടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ഈ പുതിയ നീതിയെ നടപ്പാക്കും. സക്കറിയായും എലിസബത്തും പഴയ നിയമത്തിൻ്റെ വക്താക്കളായിരിക്കെ അവരിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു. ഔസേപ്പും മറിയവും പഴയ നിയമത്തിൻ്റെ വക്താക്കളായിരിക്കെ അവരിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ പുതിയ നിയമത്തിൻ്റെ വക്താക്കളാക്കി മാറി. കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല. അവരാണ് ഇന്ന് സഭയിലെ ഏറ്റവും വലിയ രണ്ട് സ്തംഭങ്ങൾ പോലെ സഭയെ സഹായിക്കുന്നത്. സുവിശേഷ കാലഘട്ടത്തിൽ അവരേറ്റവും മൗനമായിരുന്നവരായിരുന്നു. ഈശോയുടെ ജീവിതത്തിൽ ഈശോ പറഞ്ഞ ഒരു വാക്കിതാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കുക. ഫോളോ മീ. ഫരിസേയരും നിയമജ്ഞരും സിനഗോഗുകളിൽ നിയമത്തിൻ്റെ
വിശകലനം ചെയ്ത് നൂലാമാലകൾ വരെ പറഞ്ഞ് അവരെ പഠിപ്പിക്കുകയും പേടിപ്പിക്കുകയും ശിക്ഷകളെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും 10 കൽപ്പനകളെ 614 613 കൽപ്പകളാക്കുകയും അതിന് 1000ഓളം ഉപകൽപ്പനകളാക്കുകയും ചെയ്ത് പഠിപ്പിച്ചിരുന്ന സ്ഥലമാണ് സിനഗോഗ്. സിനഗോഗ് കത്തോലിക്ക സഭയുടെ വേദപാഠം പഠിപ്പിക്കുന്ന സ്ഥലമല്ല. മൊസൈക്ക് ലോ അതിൻ്റെ കണിശതയും അതിൻ്റെ ശിക്ഷകളും പഠിപ്പിക്കുകയായിരുന്നു. സംഖ്യയുടെ പുസ്തകത്തിൽ ഒരുവൻ സാബത്ത് ദിവസം വിറക് പറക്കാൻ പോയപ്പോൾ അവനെ അവർ കല്ലെറിഞ്ഞ് കൊല്ലും. അതാണ് അന്നത്തെ നിയമം. ഇതൊക്കെ സിനഗോഗിൽ പറഞ്ഞ് അവരെ പഠിപ്പിക്കും. കണ്ടോ, അതുകൊണ്ട് 150 നിയമങ്ങളുണ്ട് സാബത്ത് പാലിക്കാൻ. അതൊക്കെ നിങ്ങൾ അനുസരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളും അതുപോലെ കല്ലേറ് കൊള്ളും. ഇത് കേട്ട് ഇതിൻ്റെ ഭാരത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ, ഈ നിയമം നടപ്പാക്കാൻ അധ്വാനിച്ചിട്ടും പറ്റാത്ത അവസ്ഥയിലിരിക്കുമ്പോഴാണ് മറ്റൊരു റബ്ബായി സിനഗോഗിൽ വന്നു, യേശു മിശിഹ. അതാണ് അവൻ അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു എന്ന് പറയുന്നത്. എന്താ പഠിപ്പിച്ചേ? പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ, പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക. ഇങ്ങനെ അവർ പറയണതിനെല്ലാം കോൺട്രഡിക്ഷൻ. അവസാനം പറഞ്ഞു, ഈ 615 നിയമവും അതിൻ്റെ 10,000 ഉപകൽപ്പനകളും പാലിക്കാൻ അധ്വാനിക്കുന്നവരെ, അത് പാലിക്കാൻ പറ്റാത്തത് മൂലമുള്ള ശാപവും പാപത്തിൻ്റെയും ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഫോളോ മീ. ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം. ഞാൻ നിങ്ങളുടെ ആ പാപവും ശാപവും ശിക്ഷയും ഞാൻ ഏറ്റെടുക്കാം. ആ അർത്ഥത്തിലാണ് ആ വചനത്തെ നമ്മൾ കാണേണ്ടത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇത് കേട്ടിരുന്ന സിനഗോഗിലെ ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ഇതെന്താണ് ഈ കേൾക്കണേ? ഇത് ഇന്നീ വരെ ഇങ്ങനെ കേട്ടിട്ടില്ലല്ലോ. ഇതൊരു പുതിയ വാർത്തയാണല്ലോ. അങ്ങനെയാണ് സുവിശേഷം എന്ന പേര് തന്നെ ഉണ്ടായത്. അവർക്ക് സംശയമായി, ഇതെങ്ങനെ സാധിക്കുന്നത്? വീണ്ടും ഈശോ പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടില്ലേ യേശയ്യായിൽ പറഞ്ഞിരിക്കുന്നത്, നിന്റെ പാപം കടും ചുവപ്പാണെങ്കിലും ഞാൻ അവയെല്ലാം തൂവെള്ള പോലെ ആക്കിത്തരാം. എൻ്റെ അടുത്ത് വരുവിൻ. കരുണാനിധിയായ യേശുവേ, ദൈവമേ, ദൈവമേ, പരിശുദ്ധനാകുന്നു, ബലവാനേ, പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു.
വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് നമുക്ക് അനുഭവിക്കാം, ആ കരുണ നമുക്ക് അനുഭവിക്കാം, ആ പുതിയ നിയമം നമുക്ക് അനുഭവിക്കാം. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. പരിശുദ്ധനാകുന്നു, ബലവാനേ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പുതിയ ഉടമ്പടിയുടെ പുരോഹിതരായ നമ്മൾ പുതിയ ഉടമ്പടിയുടെ മുഴുവൻ അവകാശികളാണ്. അവിടുന്ന് തൻ്റെ രക്തത്താൽ എഴുതപ്പെടുകയും മരണശേഷം ആ ഉടമ്പടി തുറന്ന് കൊടുക്കപ്പെടുകയും ചെയ്തു. പഴയത് കാലഹരണപ്പെട്ടിരിക്കുന്നു, പഴയത് കാലഹരണപ്പെട്ടു എന്ന് വിശ്വസിച്ചാലേ പുതിയത് നമ്മളിൽ പൂർണ്ണമായി തുറക്കപ്പെടുകയും. പഴയത് കാലഹരണപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മളിൽ പുതിയ ഉടമ്പടിയുടെ മുഴുവൻ ഒഴുക്ക് പ്രകാശിക്കും. പൗലോസ് ശ്ലീഹ പഴയ ഉടമ്പടിയുടെ വക്താവായിരുന്ന അദ്ദേഹം ആണ് പറഞ്ഞത്, പഴയതെല്ലാം ഞാനിപ്പോൾ ഉച്ഛിഷ്ടം പോലെ കണക്കാക്കുന്നു. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും ഉത്കൃഷ്ടമായതിനാൽ മറ്റുള്ളതിനെ എല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ കണക്കാക്കുന്നു. ഞാനൊരു ഫരിസേയനായിരുന്നു, നിയമപ്രകാരം ജീവിച്ചിരുന്നവനായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കരുണയും നീതിയും ഒഴുകിയപ്പോൾ ഞാൻ അവയേക്കാൾ ഉത്കൃഷ്ടമായ പുതിയ നീതിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു.
നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കേണമേ. സങ്കീർത്തനം 118 ഇങ്ങനെ പാടുന്നുണ്ട്. പണിക്കാറുപേക്ഷിച്ചു കളഞ്ഞ കല്ല് സോഫ്റ്റ്ലി മൂലക്കല്ലായി തീർന്നു. ഇതു കർത്താവിൻ്റെ പ്രവൃത്തിയാണിത്, നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമാണ്. എന്നാൽ ദൈവം ഇത് നടത്തി കഴിഞ്ഞിരിക്കുന്നു. നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക, ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിനു നന്ദി പറയട്ടെ. ഇതാണു കർത്താവിൻ്റെ കവാടം, നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു. ദൈവനീതി, ദൈവനീതി ഫരിസയ നീതിയിൽ നിന്നും നേരെ വിപരീതമാണ്. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഓ ഈശോയെ, ഈ രണ്ട് നീതിയും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾക്ക് തരണേ. ആ പശ്ചാത്തലത്തിലാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ആദ്യം ദൈവരാജ്യവും ആ ദൈവനീതി, ഫരിസേയരുടെ നീതിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ദൈവനീതിയും അന്വേഷിക്കുക. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം മനസ്സിലാവും. പരിശുദ്ധാത്മാവേ, ആ പഴയ തോൽക്കുടത്തെ ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. പഴയ വീഞ്ഞിനെ ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. പുതുവീഞ്ഞിതാ വന്നിരിക്കുന്നു. പുതുവീഞ്ഞ് കുടിച്ച് മത്തരാകുന്നതിന് പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നയിക്കപ്പെടണമേ. അല്പസമയം മൗനമായി നിങ്ങൾ തന്നെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന രീതിയിൽ ധ്യാനിക്കുക, ചിന്തിക്കുക. പരിശുദ്ധാത്മാവ് ഈ ഈശോയിൽ നിന്നും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ആത്മാവ് ഇപ്പോൾ നമ്മുടെ ആത്മാവിലേക്ക് പ്രസരിച്ചുകൊണ്ടും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുക.